السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനികളായ അധ്യക്ഷരെ, മറ്റു പണ്ഡിതന്മാരെ, സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്ത് എന്നതാണ് ഇവിടെ വിഷയം. കാര്യങ്ങൾ യഥാവിധി എല്ലാവരും ഉൾക്കൊള്ളണമെന്നും താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. പരിപാടിക്കിടയിൽ മൊബൈലിൽ കളിക്കരുത്. അതൊക്കെ സദസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് ശ്രദ്ധിക്കണം. വളരെ ഒന്നോ രണ്ടോ സംഘാടകരുടെ കയ്യിലല്ലാതെ മൊബൈൽ വേണ്ട. ഒരു വിജ്ഞാനം അതിൻ്റെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് നാളെ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഒരു വിവാഹ സമയത്ത് വധുവിൻ്റെ വീട്ടുകാർ വരന് എന്തെങ്കിലും ഒന്ന് നൽകുന്നു. അല്ലെങ്കിൽ വരൻ വധുവിൻ്റെ വീട്ടുകാർക്കോ എന്തെങ്കിലും നൽകുന്നു. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അതിൻ്റെ വീട്ടുകാർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് എന്തെങ്കിലും ചില ആഭരണങ്ങളോ മറ്റോ അതിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ താൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് എന്തെങ്കിലും ഒരു ആഭരണം ഉണ്ടാവണം, അത് തൻ്റെ കണ്ണിന് ഇമ്പം നൽകും എന്ന നിലക്ക് കഴിവുള്ള പുതുമളവനാവാൻ പോകുന്ന ആൾ നേരത്തെ എന്തോ ഒരു പാരിതോഷികം ആ വീട്ടിലേക്ക് കൊടുത്തയക്കും. ഇതൊന്നും നമ്മുടെ വിഷയത്തിൽ വരുന്ന കാര്യമല്ല. ഇതൊന്നാമതായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീധനം എന്ന പേരിൽ എതിർക്കപ്പെടുന്ന കാര്യവും മനസ്സിലാകുന്ന കാര്യവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് ഞാൻ ഗൗരവമായി ആലോചിക്കുകയാണ്. ഈ വിഷയത്തിൽ പലപ്പോഴും ഒരു ഏകമാന തീരുമാനം വരാതിരിക്കാനുള്ള കാരണം വിഷയങ്ങളെ പലപ്പോഴും തെന്നിക്കൊണ്ട് കൊണ്ടുപോവുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഗണ്ഠിനമായി ഞാനിവിടെ പറയുകയാണ്. ഇതിലെ മർമ്മപ്പെട്ട ഒരു കാര്യവുമാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടേക്കാം. വിവാഹം ചെയ്തയക്കുന്ന നേരത്തെ പെണ്ണിന് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത അനുഭവങ്ങൾ ധാരാളം ചരിത്രത്തിൽ കണ്ടേക്കാം. ആ ചരിത്രത്തിൻ്റെ വാല് പിടിച്ച് ഇതൊരു ആചാരമാക്കാൻ ശ്രമിക്കുന്ന ചില രീതികൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അതിന് അടിസ്ഥാനപരമായ കാരണം എന്താണ് നിലവിലുള്ള പ്രശ്നം എന്ന് പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധകർ തന്നെ പ്രബോധനത്തിനിടയിൽ തെറ്റിദ്ധരിക്കുന്നു എന്നതുകൊണ്ടാണ്. കാര്യങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഇൽമിന് ഇന്നാലിന്നത് എൻ്റെ ഇൽമ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഇന്നാലിന്ന ഒരു കാര്യം, ഇന്നാലിന്ന ധനം എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത് കുറ്റകരമായ കാര്യമാണ്. അള്ളാഹു അന്ത്യനാളിൽ ആ വിജ്ഞാനം അവന് അഗ്നിയായി അണിയിക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. എന്നാൽ ഒരു വിജ്ഞാനിയായാൽ ഒരു വിജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു, അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥി എന്തോ നൽകുന്നു. ഇതൊരു കുറ്റകരമായ കാര്യം അല്ല. അത് ഈ വിഷയത്തിൽ വരുന്ന സംഭവവുമല്ല. ഒന്നുകൂടെ ഗൗരവമായി ഇത് മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിടത്ത് ചില അപാകതകൾ പറ്റിയിട്ടുണ്ട്. ഈ അപാകതകളാകാം ഈ വിഷയം ഇപ്പോഴും ഇങ്ങനെ പിടുത്തം കിട്ടാതെ നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില ആളുകൾക്ക് അമിതാവേശം ഉണ്ടാകുന്നു. പ്രബോധകന്മാർ, ഇപ്പോൾ എന്നെ പോലത്തെ പ്രബോധകന്മാർ
ചില കാര്യങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി അതിൻ്റെ മേൽ ഇല്ലാത്തത് വെച്ച് കെട്ടുന്നു. അത് ശരിയല്ല. ഉള്ളതിൽ മാത്രമാണ്, എവിടെയാണോ അപാകത ആ അപാകതയാണ് തുടച്ചു നീക്കേണ്ടത്. ഇത് മർമ്മവും ഗൗരവവും അടിസ്ഥാനപരവുമായി എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഇവിടെ ആദ്യമായി തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലോ സാമൂഹ്യ പ്രവർത്തകർക്കിടയിലോ ഒരു ഭിന്നതയും ഉണ്ടാകാൻ തരമില്ല എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയ കൊടുക്കാം. അങ്ങനെയാണ് തഹാദു തഹാബു, ഹദിയ കൊടുക്കാൻ സ്നേഹം വർദ്ധിക്കുവീൻ എന്ന് പുണ്യനബി. നിങ്ങൾ സ്നേഹത്തെ വർദ്ധിപ്പിക്കുവീൻ, ഹദിയ കൊടുക്കുവീൻ, അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നല്ല കാര്യമാണത്. ഒരെന്തെങ്കിലും ഒന്ന് കൊടുക്കുക. ഒരാൾ ഗൾഫിൽ പോയി വന്നു, എൻ്റെ ഒന്ന് കൊടുത്തു, അത് നല്ലതാണ്, തെറ്റുമില്ല, വളരെ നല്ലതാണ്. ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങി, ഒരാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങി, തിരിച്ചു കൊടുക്കേണ്ട ഘട്ടം വന്നു. അപ്പോൾ ആ 10,000 രൂപയും പോയി. പോകുമ്പോൾ അയാൾക്ക് തോന്നി, ഒരു ഉപകാരം ചെയ്ത ഒരാളാണെങ്കിലും എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചെയ്യണ്ടേ. അപ്പോഴാണ് അയാൾ വാഴത്തോട്ടത്തിലേക്ക് നോക്കിയത്. നല്ല കൊലച്ച മൂപ്പെത്തിയ വാഴക്കൊലകൾ കണ്ടു. 2 വാഴക്കൊല വേഗം വെട്ടി കാറിൻ്റെ ഡിക്കിയിലിട്ടു, കൊണ്ടുപോയി. 10,000 രൂപ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാഴക്കൊല ആ വീട്ടിന് സമർപ്പിച്ചു. 10,000 രൂപയും കൊടുത്തു. ഇതൊക്കെ വേണ്ടിയിരുന്നോന്ന് വെച്ചു. അല്ല, കൊല ഇഷ്ടം പോലെ അവിടെ ഉണ്ട്, ഞാൻ എപ്പോഴും അങ്ങോട്ട് വരുമ്പോഴാണ് നോക്കിയത്. ഒരു സന്തോഷവാക്കും പറഞ്ഞു. രണ്ടാൾക്കും കാര്യം അറിയാം, ഇതിലൊരു തെറ്റുമില്ല. എന്താണ് ഈ കാര്യം? രണ്ടാൾക്കും അറിയുന്ന കാര്യം എന്താണ്? ഒരു ഉപകാരം ചെയ്ത ആൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ എന്നൊരു സന്തോഷം ഒരാൾക്ക്. മറ്റേ ആൾക്കോ ആ ഉപകാരത്തിന് അവൻ വലിയ ഒരു മാനസികമായ നന്ദി ഉള്ളവനാണ്, ആ നന്ദിയുടെ സൂചനയാണല്ലോ ഇത് എന്ന രണ്ടാമത്തെ ആൾക്ക്. ഒരു പ്രശ്നം അവിടെ ഇല്ല. നേരെ മറിച്ച് 10,000 രൂപ കടം തരണമെങ്കിൽ ആ 2 മൂത്ത വാഴക്കൊല ഇങ്ങോട്ട് തരണം. ഇവിടെയാണ് പ്രശ്നം, അവിടെയാണ് വിഷയം. മറ്റതിലൊരു പ്രശ്നമില്ല. വളരെ ഗൗരവമായി മനസ്സിലാക്കണം. കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നാൽ എന്തുണ്ടാകും? ഇസ്ലാമിക പ്രബോധകർക്കും ഈ വിഷയത്തിൽ വലിയ അപാകതകൾ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കുകയില്ല. പകരം നമ്മുടെ വിവേകത്തിന് പകരം വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. അത് വിഷയങ്ങളെ തെന്നിക്കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ തീരുമാനം കൊള്ളാൻ കഴിയാതെ സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ ഇന്നും സമൂഹത്തിൽ ഒരു ഏകമാന തീരുമാനം വരാതിരിക്കാനുള്ള കാരണം ഒരു നിലക്ക് ഇതായിരിക്കും എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. അത് വളരെ മർമ്മമാണ്, അത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിവിടെ ചർച്ചയില്ല. കല്യാണം കഴിക്കുന്നതിന് മോൾ തൻ്റെ മോൾക്ക് എന്തോ കൊടുത്തു, അതിനൊരു പ്രശ്നവും ഇവിടെയില്ല. അങ്ങനത്തെ ഒരു വിഷയം എൻ്റെ ഈ ചർച്ചയിൽ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഒരു ചർച്ച കൊണ്ടുവന്നാൽ ആ ചർച്ചയിൽ ഞാൻ അനുകൂലിയുമല്ല. കാരണം ചരിത്രത്തിൽ നിന്നോ ഇസ്ലാമിക ഫിഖ്ഹിൽ നിന്നോ അപ്പറയുന്നതിന് എതിര് കാണിക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ് കാരണം. ഇത് ഒന്നുകൂടി പറയാണ്. ഇനി രണ്ടാമതായി തിരിച്ചിങ്ങോട്ട് വിവാഹം കഴിക്കുന്നതിൻ്റെ പേരിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും പാരിതോഷികം പുടിയാപ്പള നൽകുക, അങ്ങനെ നൽകാറുണ്ടോ? ധാരാളം, അനവധി. വിവാഹം ചെയ്തതിൻ്റെ പേരിൽ ആ കുടുംബത്തെ ഏറ്റെടുത്ത് ജീവിപ്പിക്കുക, അവർക്കാവശ്യമായ ജീവിത മൂല്യങ്ങൾ നൽകുക, അവർക്കാവശ്യമായ അവരുടെ കാര്യങ്ങളെ മുഴുവനും അയാൾ ഏറ്റെടുക്കുക, അങ്ങനെ ധാരാളമുണ്ടല്ലോ. വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിന് വിവാഹം കഴിച്ചു, ആ കുടുംബത്തിന് അത്ര സൗകര്യമുള്ളതല്ല. അപ്പോൾ ആ വീട്ടിലെ ബാപ്പയുടെ മരുന്നും കാര്യവും ആ മരുമോനെ ഏറ്റെടുത്തു. അതിൻ്റെ താഴെ 4 പെൺകുട്ടികളുണ്ട്, ആ 4 പെൺകുട്ടികളെയും ഇയാൾ തന്നെ വിവാഹം ചെയ്യിച്ചയച്ചു. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയായി മനുഷ്യപ്പറ്റുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചെറു ഷർത്തല്ല, ഇത് അങ്ങോട്ട് നൽകും ഇങ്ങോട്ട് നൽകും, അതൊരു പ്രശ്നമല്ല. കാര്യത്തെ യഥാവിധി മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് സ്ത്രീധനം എന്ന പേരിൽ നടക്കുന്നത് ഒരു കച്ചവടമാണ്. അത് ഇസ്ലാമിന് ഒരടി നടക്കുന്ന ഈ കച്ചവടം, ഈ ഏർപ്പാട്, അതിലൊരു തരി കമ്മിയായാൽ പെണ്ണ് കണ്ണീര് കുടിക്കുന്ന സാഹചര്യം, ഒരു ലേശം പണം കമ്മിയായതിൻ്റെ പേരിൽ സൽക്കാരത്തിന് വരുമ്പോൾ ബാക്കി തരാം എന്നതിൻ്റെ പേരിൽ
പുതുമണമാവൻ നിക്കാഹിനിരിക്കാത്ത സാഹചര്യങ്ങൾ, ഇതൊക്കെ ഇഷ്ടം പോലെയാണ്. അതിൻ്റെ പേരിൽ എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു പോകും. അതിൻ്റെ പേരിൽ കൊല്ലങ്ങളോളം, അതെല്ലാം ഇതിൽ തന്നെ ഉൾപ്പെടും. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ അന്ന് കൊടുക്കുന്ന പണം മാത്രമൊന്നുമല്ല, അതും അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. ചില പ്രദേശങ്ങളിലുണ്ട് ചില സാഹചര്യങ്ങൾ. അതായത് കല്യാണത്തിൻ്റെ പിറ്റേന്ന് അടുക്കള കാണാൻ പോക്ക് എന്നൊരു പോക്കുണ്ട്. ഈ അടുക്കള കാണാൻ പോക്കിനോടനുബന്ധിച്ച് അലമാരകളും കെട്ടും ഒങ്ങേ കൊണ്ടുപോകണം. ചിലയിടത്ത് പാത്രങ്ങൾ കൊണ്ടുപോകണം. ചില ആചാരങ്ങൾ പാലക്കാട് ജില്ലയിൽ ചില സ്ഥലത്തെ ആചാരം അങ്ങനെയാണ്. വലിയ പാത്രക്കെട്ടുകൾ കൊണ്ടുപോകണം. ചിലയിടത്ത് അലമാരകൾ കൊണ്ടുപോവുക. ഈ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ വലിയ വലിയ അലമാരകൾ, പിന്നെ മൂടി പിടിപ്പിക്കാവുന്ന മറ്റ് സാധനങ്ങൾ ഇങ്ങനെയാക്കി. വടക്കങ്ങോട്ട് പോയാൽ പുടിയാപ്പിളക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊണ്ട് മേനി കൊഴിപ്പിക്കുന്ന അറകൾ ഉണ്ടാക്കി വെക്കണം. വലിയ വലിയ തലശ്ശേരി, കണ്ണൂർ ഇങ്ങോട്ടൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഒരു അറക്ക് വേണ്ടി 10-15 ലക്ഷമൊക്കെ ഒരു അറക്ക് വേണ്ടി ചെലവാകും. ഇതെല്ലാം സ്ത്രീധനത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഇതില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഈ പെണ്ണിൻ്റെ കണ്ണീര് വീഴുകയും അതുമാത്രമല്ല ആ നിക്കാഹി തന്നെ നാശമാകാൻ ഇത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ഒടുങ്ങുന്നതല്ല. വിവാഹമെന്ന ഏറ്റവും ലളിതവും പക്വവും സമൂഹത്തിന് വളരെ ഉപകാരിയുമായ ഒരു കർമ്മത്തെ, വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തെ ഏറ്റവും വിഷമകരമാക്കി തീർക്കുന്ന ഇന്നത്തെ കച്ചവടങ്ങൾ, അതേതു തരത്തിലാണെങ്കിലും അത് സ്ത്രീധനത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത് വേദനാജനകമായ സംഗതിയാണ്. ഇതിനെ എതിർക്കേണ്ടത് മനുഷ്യപ്പറ്റുള്ളവരുടെ കടമയും കർത്തവ്യവുമാണ്. അവിടെ സംഘടനകൾ എന്നല്ല ചിന്തിക്കേണ്ടത്. അല്ലെങ്കിലും സംഘടനകൾ മാനവ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായതാണ്. മനുഷ്യ നന്മയാണ് അവയുടെയൊക്കെ ലക്ഷ്യം. എല്ലാ സംഘടനകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം മാനവ ധർമ്മവും മാനവ പുരോഗതിയും മനുഷ്യപ്പറ്റും നിലനിർത്തുക എന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഇത് വളരെ ഗൗരവമായി നാം ഓരോരുത്തരും മനസ്സിലാക്കണം. തിന്മക്കെതിരെ നമ്മൾ ഓരോരുത്തരും അണിചേരണം. ഇത് മാത്രമല്ല വിഷയം. അല്ലാഹുവിൻ്റെ ദീൻ, ലഅയഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫീഹാ. നിന്നെക്കൊണ്ട് ഒരാൾ അല്ലാഹുവിൻ്റെ ദീനിനെ പുൽകിയാൽ ഈ ലോകം മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇനി നേരെ തിരിച്ച് ഒരാചാരം കൊണ്ടോ ഒരു കർമ്മം കൊണ്ടോ നിന്നെക്കൊണ്ടോ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാലോ? അള്ളാഹു കാക്കട്ടെ. എത്ര അള്ളാഹുവിൻ്റെ വെളിച്ചം വലിച്ചെറിഞ്ഞോടിപ്പോയ പെൺകുട്ടികളുടെ എണ്ണം എത്ര? മറ്റ് പല വഴിക്കുല്ലേ ഉണ്ട്. അതുകൊണ്ട് ഇത് കാണാതിരുന്നുകൂടല്ലോ. എത്ര നിങ്ങളുടെ ഈ കോഴിക്കോട് ജില്ലയിലുണ്ട്, ഈ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട്. അള്ളാഹുവിൻ്റെ ദീന് വലിച്ചെറിഞ്ഞ് ഒരു പെണ്ണ് മറ്റൊരു രീതിയിലേക്ക് പോയി. അപ്പോൾ പള്ളിക്കമ്മറ്റി തന്നെ വീട്ടിൽ പോയി. എന്താണ് അങ്ങനെയൊക്കെ? അങ്ങനെ ആയാൽ പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓടിപ്പോയ പെണ്ണിൻ്റെ നേരെ മൂത്ത് നിൽക്കുന്ന 3 ജ്യേഷ്ഠത്തിമാരുണ്ട്. അതിലൊരുത്തി പള്ളി പ്രസിഡന്റിനോട് കയർത്തുമെന്ന് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു. നിങ്ങളെ പള്ളിപ്പറമ്പ് ആർക്ക് വേണം? ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ തെക്ക് വടക്ക് ഒരു കുഴി കുത്തിയിട്ട് കുഴിച്ചു മൂടും എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഇസ്ലാം പറഞ്ഞ് ഇവിടെ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ എത്ര പെൺകുട്ടികൾ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി ഇത്ര കാലമായി. ഈ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോന്ന് പള്ളി പ്രസിഡന്റിൻ്റെ മുഖത്ത് നോക്കി പെൺകുട്ടി പറഞ്ഞു. ആ 3 വിവാഹപ്രായം കഴിഞ്ഞവരുമാണ്. മറുപടി പറയാൻ കഴിയുന്ന പ്രസിഡന്റ് അടക്കം മടങ്ങിപ്പോന്നു. ഇതെന്നോട് പറഞ്ഞത് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ആ പള്ളി പ്രസിഡന്റ് തന്നെയാണ്. ഒരാൾ നിന്നെ കൊണ്ട് അള്ളാന്റെ ദീനിലേക്ക് വരൽ ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ നിനക്ക് നല്ലതാണെങ്കിൽ
ഒരാചാരം വഴിയോ ഒരു സമ്പ്രദായം വഴിയോ ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പോവുക എന്നത് ഈ ലോകം നഷ്ടപ്പെടുന്നതിനേക്കാൾ ഏറ്റവും വലിയ നഷ്ടമായിട്ടും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് സത്യം, ഇതാണ് ഏറ്റവും വലിയ വിഷയം. മറ്റു പല വഴക്കില്ലേ, വിവാഹത്തിൽ നിൽക്കുന്ന കുടുംബിനികൾ പോലും അത് ചെയ്യണില്ല. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ അവിടെ പരിഹരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് ഇല്ലാതെയാവും. അതിന് കാരണം വേറെയാണ്, ഇതിന് കാരണം വേറെയാണ്. ഒരല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോവുക ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം അതല്ലേ? അള്ളാഹിൻ്റെ ദീനിലേക്ക് വരികയല്ലേ? ഒരു മനുഷ്യൻ ഒരാൾ കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ ഒരാൾ പുൽകിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ അവനെ രാജോചിതമായി സ്വീകരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ പിന്നെ തിരിച്ചുള്ള ഗൗരവം എത്ര വലുതായിരിക്കും? എത്ര പെൺകുട്ടികൾ അള്ളാഹുവിൻ്റെ ദീൻ ഉപേക്ഷിച്ചു പോയി. ഇതൊന്നും എന്നെ ചർച്ചയാവുകയില്ല. ഒന്ന് പത്രമാസികകൾ അത്തരം കാര്യം ചർച്ചയാക്കി കൊണ്ടുവരൂല. പത്രങ്ങൾക്കത് ചർച്ചയല്ല. പത്രങ്ങൾ ചില കുറ്റകൃത്യങ്ങളെ സാഘോഷം അവതരിപ്പിച്ച് വീണ്ടും കുറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കും എന്നല്ലാതെ ഇത്തരം ഗൗരവമായ കാര്യങ്ങളിലേക്ക് പലപ്പോഴും പത്രങ്ങൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ അമിതമായ ഒരുതരം സെക്കുലറിസ്റ്റ് മനോഭാവം അധികരിച്ചതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന കാര്യത്തിലും ഇന്ന് മുസ്ലിം പത്രങ്ങളും ഒരളവോളം പരാജയപ്പെടുകയോ വസ്തുതകളിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയോ ചെയ്യുന്നു എന്നതും വേദനാജനകമായ കാര്യമാണ്. എന്തുകൊണ്ടോ അതൊന്നും പുറത്തില്ല. പക്ഷേ ഓരോ പ്രദേശങ്ങളിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കറിയാവുന്ന അനവധി കേസുകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്. അള്ളാഹുവിൻ്റെ വെളിച്ചം ഒഴിവാക്കിപ്പോയ പെൺകുട്ടികൾ. എന്താ കാരണം? ഒരു ജീവിതമില്ല, കൊടുക്കാൻ കഴിയില്ല. ഒരുപാട് അതുവഴി വരുന്ന അനർത്ഥങ്ങൾ. അതേപോലെ തന്നെ കുട്ടികൾക്കിടയിൽ നീതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. മക്കൾക്കിടയിൽ നീതി ചെയ്യണമെന്ന് പുണ്യനബി പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതി ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല അയാൾക്ക്. എന്തുകൊണ്ട്? 4 പെൺകുട്ടികളുണ്ടായി. ആദ്യത്തെ മോളെ കെട്ടിക്കാൻ വേണ്ടി എന്ത് ചെയ്ത് ഉള്ള കിടപ്പാടം വിറ്റ് പിന്നെ എന്ത് ചെയ്യാണ്? ഒരു വാടക കെട്ടി താമസിക്കുക. ആദ്യത്തെ മോൾക്ക് ഒരു 25 പവന് കൊടുത്ത് ഒരു 50,000 1 ലക്ഷം ഉറുപ്പ്യം കൊടുത്ത്. രണ്ടാമത്തെ മോൾക്കോ വിവാഹം തന്നെയില്ല. മൂന്നാമത്തേനോ വിവാഹം തന്നെയില്ല. ഒരു മഹലാബയാണെങ്കിലും കുട്ടികൾക്കിടയിൽ നീതി ചെയ്യണമെന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിഞ്ചുമക്കളാണെങ്കിൽ ചുംബനം കൊണ്ടുപോലും നീതി കാണിക്കണമെന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മക്കൾക്കിടയിൽ നീതി പ്രധാനമല്ലേ? മക്കൾക്കിടയിൽ ഒരു നീതി ചെയ്യാതിരുന്നാൽ അള്ളാന്റെ കോടതിയിൽ വിളിച്ചു പോവും. ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന വവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമൻലമാ. മഹ്ശറ തുടങ്ങിയാൽ ഇങ്ങനെ വിളിച്ചു ചോദിക്കും. ആരെങ്കിലും ആരെയോടെങ്കിലും നീതി ചെയ്യാതെ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിച്ചിട്ടേ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യൂ എന്ന് പറയും. ഒരു 10 സെന്റ് ഭൂമിയും ഒരു ചെറിയ ഒരു പുരയിടോ അതിലിങ്ങനെ അല്ലലായും അല്ലലില്ലാതെയും കഴിഞ്ഞു പോകുന്നതിനിടയിലാണ് 4 പെൺകുട്ടികളിൽ മൂത്ത പെൺകുട്ടിക്ക് കല്യാണം വരിക. വേഗം അയാളത് വിൽക്കുക ചെയ്യുക. പിന്നെ അയാൾ 2 കാര്യം ചെയ്യും. ഒന്നിരിക്കൽ ഈ സർക്കാർ കൊടുക്കുന്ന 1,00,000 വീട് കോളനികളിലേക്ക് നീങ്ങും. അതിൽ 3 സെന്റും ഒരു പുരയിടും അതിലേക്ക് നീങ്ങും. ആദ്യത്തേതോ 10 സെന്റ് മൂത്ത മോൾക്ക് വേണ്ടി വിറ്റു. അപ്പം ഇനി അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം കെട്ടിക്കേണ്ട 2, 3, 4 എണ്ണം പിന്നെയും ബാക്കിയുണ്ടല്ലോ. അതിന് വിവാഹവുമില്ല, പണം ഏതായാലും ഇല്ലല്ലോ, സ്വത്തുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഇത് തമാശ കാണരുത്. മക്കൾക്കിടയിൽ നീതി ചെയ്യണമെന്ന് പുണ്യനബി പഠിപ്പിച്ചു. ഇവിടെ ഏറ്റവും വലിയ അനീതിയാണ് ഈ നടക്കുന്നത്. ഇനി ഇതിനപ്പുറം വേറൊരു വിഷയമുണ്ട്. എന്ത്? ഈ സ്വത്തിൽ അവകാശം തന്നെയാണല്ലോ മക്കളും. ഇയാൾ മരിച്ചാൽ ആൺമക്കൾക്ക് കുറച്ച് കടം ബാക്കിയോ? അപ്പ മരിക്കുമ്പോൾ അപ്പൊക്കെ ഒരു 10 ഒരു 1 ഏക്കർ ഭൂമിയും
ഒരു അരേക്കറ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാപ്പ ഇങ്ങനെ ഓരോ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി അതൊക്കെ അങ്ങനെ വിറ്റ് അവർക്കൊക്കെ ഇന്ന് അത്യാവശ്യം ഒരു 25-35 പവനൊക്കെ ഓരോരുത്തർക്കുണ്ട്. ആൺകുട്ടിക്ക് അവസാനത്തെ 2 കുട്ടികളെ കെട്ടിച്ചാൽ കടം ബാക്കിയാക്കിക്കൊണ്ടാണ് ബാപ്പ മരിച്ചത്. ആ കടം വീട്ടണം. 10 വയസ്സല്ല. ചിന്തിക്കണം. ഇതിൻ്റെ വരുന്ന പാർശ്വ വിപത്തുകളാണ്. ഭയങ്കര ഗൗരവമല്ലേ വിഷയം? അപ്പൊ ബാപ്പ മരിച്ചപ്പോൾ ബാപ്പ കൊടുത്ത സമ്പത്തിൽ നിന്ന് മൂത്ത 4 പെൺകുട്ടികളുണ്ട്. ആ 4 പെൺകുട്ടികൾക്ക് ഒരു 25-35 പവനൊക്കെ ഓരോ പെൺകുട്ടികളും കയ്യിലുണ്ട്. ഒരു 35 പവന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് എത്ര ഉൾപ്പെട്ടു പറയും? അതെ, 4-5 ലക്ഷം ഉറുപ്പ്യ. മകനോ 2 ആൺകുട്ടികളുണ്ട്. ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഇവന് അവസാനത്തെ 2 കുട്ടികളെ കെട്ടിച്ചെടുത്ത് ബാപ്പ കുറച്ചുകൂടി കടം ബാക്കിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തീർക്കുമാണ്. ഒരു വാടക കെട്ടിയെത്തി പാർക്കുമ്പോൾ ബാപ്പ മരിച്ചുപോയത്. ഇത് 100 കണക്കിനില്ലേ നമ്മുടെ നാട്ടിൽ? നിങ്ങൾ പറയും 100 കണക്കിനല്ലേ? നീതി ഇല്ല എന്ന് മാത്രമല്ല, എന്ത് നീതി? എൻ്റെ നീതിയാണ്. മക്കൾക്കിടയിൽ ഔലാദിക്കും, മക്കൾക്കിടയിൽ ഒരു ചീള് കൊണ്ടായാലും നീതി ചെയ്യണമെന്ന് പുണ്യനബി. പ്രശ്നല്ലേ ഇത്? വിഷയല്ലേ? ഒരു തീപ്പെട്ടിക്കൊല്ലാണെങ്കിലും നീതി ചെയ്യണം എന്ന്. ഇങ്ങനെ ഒരു തീപ്പെട്ടിക്കൊല്ലിൻ്റെ കാര്യത്തിൽ പോലും നീതി ചെയ്യണം. നീതി വലിയ വിഷയല്ലേ? മക്കൾക്കിടയിൽ നീതി ചെയ്യുവീൻ, മക്കൾക്കിടയിൽ നീതി ചെയ്യുവീൻ. യഫ്റഹു അഹദുക്കും ഇൻ കാന ലഹു ഹഖ്ഖുൻ മിൻ അബീ. ബാപ്പ നീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ബാപ്പാനെ മോൻ സിറാത്ത് പാലത്തിൻ്റെ അവിടെ കാത്തു നിൽക്കും, ബാപ്പാനെ പിടിച്ചു വിളിക്കാൻ എന്ന് പുണ്യനബി. ഇത് പ്രശ്നമല്ലേ? ഇത് ഗൗരവല്ലേ? ഇത് വലിയ വിഷയമല്ലേ? ഇതിന് കാരണം എന്താ? ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സ്ത്രീധനാണ്. ഇന്ന് കച്ചവടമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീധനാണ്. പിന്നെ ബാക്കിയൊക്കെ അതിൻ്റെ പാർശ്വഭാഗങ്ങളൊക്കെ അതിലുൾപ്പെടും. ഒരു മനുഷ്യൻ കഴിയാതെ തകല്ലുഫായി അവന് ചെയ്യാൻ കഴിയാതെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽപ്പെടും. അതിന് ചെയ്യാൻ കഴിയില്ല, പിന്നെ നിർബന്ധാവസ്ഥയിൽ ചെയ്യുക. ചുരുക്കത്തിൽ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ഒരു വിഭാഗമാണല്ലോ പെണ്ണുങ്ങൾ. അവർ നമുക്കൊരു ഭാരമായി മാറും. അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഒരു വിഷമാവും. ഒരു പെൺകുട്ടിയാവുക എന്ന് പറഞ്ഞാൽ ഒരു മാനസിക പ്രയാസം വരും. മോനോ ഒരു കുട്ടിയുണ്ടായി എന്ന് കേട്ടു, മകളാണെന്നറിഞ്ഞു. മകനാണെന്നറിയുമ്പോൾ ഉടൻ തന്നെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പോരും ആശുപത്രിയിലേക്ക്. മോളാണെങ്കിൽ പിന്നെ ആശുപത്രി വൈകുന്നേരം ആകുമ്പോഴത്തേന് അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ എന്നും വിചാരിക്കും. ഈ ഒരളവിലേക്ക് വരെ തരം താന്നു. നിങ്ങൾ പറയും. മകന് എൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്, പ്രസവത്തിന് കൊണ്ടുപോയതാണ്. പ്രസവിച്ചു, പെട്ടെന്ന് ഫോൺ വന്നു. എൻ്റെ കുട്ടി പെൺകുട്ടിയാണ്. ആൺകുട്ടിയായിരുന്നെങ്കിൽ ഉടനെ വണ്ടി എടുത്ത് അപ്പോൾ തന്നെ പോരും. പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേനാണ് എത്താം, അല്ലെങ്കിൽ നാളെ അങ്ങനെയാണ് വരാം, ഇന്ന് പോയിക്കോ, നാളെ ഞാൻ പോയിക്കോളാം എന്ന് പറയും. ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ? നിങ്ങൾ പറയേ. അല്ലാഹു യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ളുകൂർ. ആൺകുട്ടിയേക്കാൾ പെൺകുട്ടിയേക്കാണ് ആയത്തിൽ അല്ലാഹു തആല പ്രാധാന്യം കൊടുത്തത്. വല്ലാഹു യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ളുകൂർ. ആൺകുട്ടികളെ പറയുന്നതിന് മുമ്പ് അല്ലാഹു പറഞ്ഞത് പെൺകുട്ടികളെ, പിന്നെ ആൺകുട്ടികളെ പറഞ്ഞത്. അങ്ങനെ പറയുക അള്ളാൻ്റെ ഖുർആൻ്റെ ശൈലിയാണ്. പെണ്ണിനാ പ്രാധാന്യം. അല്ലാഹു യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ളുകൂർ. ഈ ലോകത്ത് അല്ലാഹു തആലക്ക് സമർപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈമാനാണ്. ഈമാന് വേണ്ടി അല്ലാഹു ഉദാഹരണം പറഞ്ഞ 2 പെണ്ണുങ്ങളെയാണ്. ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. രണ്ടാമത്തെ പെണ്ണിനെ പിന്നെയും പറഞ്ഞു,
مريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഈമാനാണ് അല്ലാഹു തആലക്ക് സമർപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. രണ്ടിന് ഉദാഹരണം പറഞ്ഞ പെണ്ണിനെയാണ്. പെണ്ണ് ഭയങ്കര അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ ശൈലിയിൽ പെണ്ണിനെ ഭയങ്കര, പെണ്ണിനെപ്പോഴും വലിയതാക്കി പറയും, പെണ്ണിനെങ്ങനെ വലുതാക്കി പറയും. അതൊരു ശൈലിയാണ്. ആ ആയത്തിൻ്റെ ഒക്കെ ഒരു ഉള്ളു ഭയങ്കര. ഭയങ്കര ഒരു പെണ്ണിൻ്റെ അവയവത്തെ പോലും പരിശുദ്ധവൽക്കരിച്ചതാ. ഭയങ്കര ആ ആയത്തിന് ചില ആഴങ്ങളുണ്ട്. ഭയങ്കര വളരെ ചിന്തിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുള്ള ഒരു ആയത്താണത്. ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഒരു പെണ്ണിൻ്റെ അവയവത്തിന് പോലും അള്ളാഹു വലിയ പ്രാധാന്യത്തിലാണ് പറഞ്ഞത്. ആ അവയവത്തിൽ നിക്ഷേപിച്ചു ആരെ? ഈസയെ അലൈഹിസ്സലാം. ഉറക്കപ്പറ അലൈഹിസ്സലാം. ഭയങ്കരല്ലേ ആ പെണ്ണിൻ്റെ കാര്യം. ആ പെണ്ണിൻ്റെ മുറബിയത്തോ, ആ പെണ്ണിൻ്റെ മുറബിയത്ത് ഉമ്മയാണ് ഹന്നത്ത്. ബാപ്പ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാ. അതുകൊണ്ടാണ് വൈന്നി സമ്മൈതുഹാ മറിയം എന്ന് ഹന്നത്ത് പറഞ്ഞത്. ഞാൻ നീട്ടുന്നില്ല ആ ഭാഗത്തേക്ക് പോയിട്ട്. അത് വലിയ വിഷയമാണ്, വലിയ കാര്യം. സുജ്ജിന ലിന്നാസ് ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ആല ഇംറാൻ 15-ാമത്തെ ആയത്ത്. സ്ത്രീകൾ പ്രകൃതിക്കും ഭൂമിക്കും അലങ്കാരമാണ്. സ്ത്രീകളോടുള്ള അഭിനിവേശം ഭൗമലോകത്തിൻ്റെ അലങ്കാരമാണ്. പെണ്ണെന്ന ഒരു അലങ്കാരമാണ്. അതൊരു അപമാനമായി മാറുക, അതൊരു പ്രയാസമായി മാറുക, അതൊരു പ്രശ്നമായി മാറുക. ഇത് ജാഹിലിയത്താണ്. ജാഹിലിയത്ത് മടങ്ങി വരികയാണ്. ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, ഇത് മുസ്ലിം ആചാരമല്ല. ഉറപ്പ്, ഇത് മുസ്ലിം ആചാരമല്ല. എങ്ങനെയോ അന്യരിൽ നിന്ന് മുസ്ലിമിലേക്ക് കയറി വന്നതാണ്. കാരണം ഇതൊരു മുസ്ലിം ആചാരമായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇതൊരു നിയമമായിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരാചാരമായിട്ടെങ്കിലും നടപ്പിലാവേണ്ടേ? ഇല്ല. സൗദിയിലോ യുഎഇയിലോ ഖത്തറിലോ ബഹ്റൈനിലോ എവിടെയും ഇല്ല. പേരിനെങ്കിലും ഇസ്ലാമിയത്ത് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഇല്ല. അങ്ങനത്തെ സമ്പ്രദായമില്ല. അവിടെ ആകെ ഉള്ളത് മഹറാണ് മാത്രം. ചർച്ചയില്ല. അപ്പോൾ ഇത് മുസ്ലിമിൻ്റേതല്ല. അത് ഇസ്ലാം വിരുന്ന് വന്ന രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ വേട്ടക്കാരനും വിരുന്നുകാരനും ആനന്ദ് പറഞ്ഞതുപോലെ ഇങ്ങനെ കയറിക്കൂടിയതാണ്. അതിഥേയനിൽ നിന്ന് അതിഥിയിലേക്ക് കയറിയതാകാം എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ആവാം, പിന്നീട് വന്നതാവാം. അല്ലെങ്കിൽ ആദ്യകാലത്ത് വന്നവർക്ക് ഇവിടെ ഒന്നുമില്ലാതായപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് നല്ല നല്ല ഹൈന്ദവ നേതാക്കന്മാർ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തത് പിന്നീട് ആചാരമായി വളർന്നതാകാം. അല്ലാതെ ഇസ്ലാമിക സമ്പ്രദായമേ അല്ല. കാരണം ഭൂമിക്ക് അലങ്കാരമാണ്. പെണ്ണിന് അങ്ങോട്ട് കൊടുക്കേണ്ടത് അത് തന്നെയാണല്ലോ. എന്നും പള്ളിയിൽ എഴലാനുണ്ടതാ. സൗദിയിലും മറ്റൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നും കൊല്ലത്തിലെ 4 ഖുത്ബയെങ്കിലും പ്രധാനമായി ഇമാമിങ്ങൾ പറയും, ദയവായി മഹറിന് വില കൂട്ടരുത്, ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാൻ കഴിയണില്ല. നേരെ തിരിച്ചാണ് അവിടെ. മഹറിന് വില കൂട്ടരുത്, മഹറിന് കണക്ക് കൂട്ടലില്ല. തുഖല്ലു ഫിൽ മഹരി, മഹറിന് വില കൂട്ടരുത്, മഹറിന് വില കൂട്ടരുത്, ആണുങ്ങൾ പാവങ്ങളാണ് എന്ന് ഇഷ്ടം പോലെ പള്ളിയിൽ എഴുതാൻ സാധാരണയാണ്. പള്ളിയുടെ മുൻഭാഗത്തൊക്കെ എഴുതിയൊട്ടിക്കും, കാര്യമായി പറയും മഹറിന് വില കൂട്ടരുത്, ആണുങ്ങൾ കുഴങ്ങേ എന്ന് ഇഷ്ടം പോലെ ചിന്തിക്ക്. കാരണം ഭൂമിക്ക് അലങ്കാരമാ പെണ്ണിനവൻ അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാ.
പെണ്ണിന് അങ്ങോട്ട് കൊടുക്കണം. പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാങ്ങല്ല. പെണ്ണിൽ കൈയിട്ട് വാരുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. പെണ്ണിന് വേണമെങ്കിൽ ആണിൽ കൈയിട്ട് വാരാം. അങ്ങനുണ്ട്. പെണ്ണിൻ്റെ പണത്തിൽ മോഹിക്കുക എന്ന പരിപാടിയില്ല. പെണ്ണിന് ഇങ്ങോട്ട് ചെയ്യാം. അങ്ങനെയാണ്. ഒരു പെണ്ണ് വന്ന് മുസ്തഫ നബിയോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, നിങ്ങൾക്കറിയാലോ എൻ്റെ ഭർത്താവ് റജുലുൻ ശഹീഹുൻ, കുറച്ച് ഒരു ലുബ്ധനാണ്. നിങ്ങൾക്കറിയാലോ ആളെ. പുണ്യ നബിയെ, എൻ്റെ ഭർത്താവ് ഒരു ലുബ്ധനാവുന്നു. എനിക്കും എൻ്റെ കുട്ടികൾക്കും മതിയാവുന്നത്ര അയാൾ ചെലവിന് തരൂല. അയാളെ കയ്യിലില്ലാത്തോണ്ടല്ല, അയാൾ തരൂല. അയാളൊരു പിഷ്കനാണ്. നിങ്ങൾക്കറിയാലോ ആളെ. ആ സഹാബിയെ ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല സഹാബി, നല്ല ആളാണ്, ഉഷാറാണ്. പക്ഷെ ചില ആളുകൾക്കൊക്കെ ചില അങ്ങനെയൊക്കെയുള്ള ചില കുടുംബത്തിൽ ചില വിഷയം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആ സഹാബിയെക്കുറിച്ച് തെറ്റായി ധരിക്കാതിരിക്കാൻ വേണ്ടി ഒരറിയപ്പെട്ട സഹാബിയാണ് റളിയല്ലാഹു അൻഹു, പുണ്യ നബിയോട്. അങ്ങനെ ഉണ്ടാവില്ല, ചില മനുഷ്യന്മാർക്കൊക്കെ ചില പിടുത്തങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് അങ്ങനെ പറഞ്ഞു നടക്കും. അത് ഇതാതിരിക്കാൻ വേണ്ടി പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ പെണ്ണ് ചോദിച്ചു, നബി ഭയങ്കര പിടുത്തക്കാരനാ, എനിക്കും എൻ്റെ കുട്ടികൾക്കും ആവശ്യമായിട്ട് തരൂല. അയാളെ മുതലിൽ ഞാൻ കൈയിട്ട് കട്ടെടുത്തോട്ടെ. പുണ്യ നബിയോട് കുറച്ചേരം അങ്ങനെ മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, ബിൽ മഅറൂഫ്, മാന്യത പുലർത്തണം എന്ന് പറഞ്ഞു. അതായത് ഒരാൾക്ക് മാത്രമാണ് കക്കാൻ അനുവാദം കൊടുത്തത്. പുറത്ത് പറഞ്ഞ പ്രശ്ന, മാന്യമായി കക്കണം എന്ന് പറഞ്ഞു. അതായത് കീശ കീറരുത് എന്നർത്ഥം. ഉള്ളത് മുഴുവനും കൂടി ഈ എടുക്കരുത് എന്ന്, കുറച്ചെന്തെങ്കിലുമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് കക്കാനുള്ള ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. പാവാണ് ആണുങ്ങൾ. ഏതായാലും ഇങ്ങനൊരു ഒറ്റ സ്ഥലത്ത് മാത്രമേ കക്കാൻ അനുവാദമുള്ളൂ. അതാ അയാൾ അറിയാതെ, അതിനുള്ള കക്കാന്ന് പറയാ. അയാൾ അറിയൂല. ഇനി ഞാൻ കുറച്ചൊക്കെ, അയാളെ എനിക്ക് പൂർത്തിയായി തരൂല, ഞാൻ കുറച്ചെന്തെങ്കിലുമൊക്കെ എൻ്റെ ബാക്കിയുള്ളതിന് എടുത്തോട്ടെ. അപ്പം പറഞ്ഞു, ബിൽ മഅറൂഫി, മാന്യത പുലർത്തണേ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞില്ല? എടുക്കരുതെന്ന് പറഞ്ഞില്ല, എടുക്കരുതേന്ന് പറഞ്ഞില്ല, മാന്യത പുലർത്തണേ എന്ന് പറഞ്ഞു. കുറച്ചൊക്കെ അങ്ങനൊക്കെ അർത്ഥം എന്നൊക്കെ ഉദ്ദേശം. അപ്പോൾ പെണ്ണിൻ്റെ മുതലിൽ അങ്ങോട്ട് കൈയിട്ട് വരുന്ന പരിപാടി ഇസ്ലാമിലില്ല. പിന്നെയും ആണെങ്കിൽ പെണ്ണിന് ഇങ്ങോട്ട് കൈയിട്ട് വരാം. അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു മതത്തിനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് നാശാക്കി. എന്നിട്ട് മുഴുവൻ നമ്മളതിൻ്റെ ആളുകളാക്കി മാറ്റി. നമ്മളിങ്ങനെ പിന്നെ കുറേ പൈസക്ക് വേണ്ടി കെട്ടുന്നവരും കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം പെണ്ണിനെ നിർത്തിയിട്ട് പോകുന്നു. എത്രയാ. അതുകൊണ്ട് ചിന്തിക്കണം. പ്രകൃതിക്ക്, ഭൂമിക്ക്, സർവർക്ക് അലങ്കാരമാണ് പെണ്ണിനോടുള്ള അഭിനിവേശം. പ്രകൃതിയുടെ അലങ്കാരമാണെന്ന് വിശുദ്ധ ഖുർആൻ ആലി ഇംറാൻ ആയത്ത് നമ്പർ 15. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നോക്കൂ, ഈ അലങ്കാരത്തെ മാറ്റിമറിച്ചു ജാഹിലിയത്ത്. അതാണ് ജാഹിലിയത്തിനെ പുണ്യനബി എതിർത്ത ആദ്യത്തെ ഭാഗം. അലങ്കാരത്തെ അവർ അപമാനമായി കണ്ടു. ഇതാ ബുശ്ശിറ. നോക്കൂ നിങ്ങൾ, ആയത്തിൻ്റെ 2 തലം നോക്കണം. നോക്കൂ നിങ്ങൾ, നഹ്ല് 58, 59 ആയത്താണ് ഇനി ഓടാൻ പോകുന്നത്. ആലി ഇംറാൻ 15 പറഞ്ഞു, പ്രകൃതിക്ക് മുഴുവനും അലങ്കാരമാണ് പെണ്ണ്. ഭയങ്കര അലങ്കാരമാണ്. ഈ അലങ്കാരത്തെ അപമാനമായി കണ്ടിരുന്നു കാട്ടറബികൾ, ജാഹിലിയ അറബികൾ. അവരെ എതിർക്കാനാണ് പുണ്യനബി വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൽ മൗഊദതു സുഇലത് ബിഅയ് ദംബിൻ ഖുതിലത്. അല്ലല്ലാഹ് ഒരായത്ത്. ഇദൽ മൗഊദതു സുഇലത്, കുഴിച്ച് മൂടപ്പെട്ട പെൺകുട്ടിയെ ഉയർത്തെണീപ്പിച്ചിട്ട് ചോദിക്കപ്പെടും, ഏതൊരു കാര്യത്തിനാണ്, കുറ്റത്തിനാണ് നിന്നെ കൊല ചെയ്യപ്പെട്ടത്. ഈ ഇത് ഇന്ന് വേറൊരു തലത്തിലുണ്ട്. എന്ത്? ഭർത്താവിന് കൊടുക്കാമെന്ന് ബാപ്പ പറഞ്ഞത് 8 മാസം 10 മാസമായിട്ട്
കൊടുക്കണില്ല. അമ്മായിമായെ കൊണ്ടും അമ്മോശാക്കയെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും നിൽക്കാൻ കഴിയണില്ല. അങ്ങോട്ട് പോകാനും വയ്യ. കാരണം ഇപ്പോൾ തന്നതിൽ തന്നെ വാപ്പ കടത്തിലുമാണ്. അവസാനം പെണ്ണ് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. ഇവളെ കുഴിച്ചിട്ടു. ഇവൾ അയ്യിദംബിൻ കുത്തിലത്ത്. അതും പുതിയ ഒരു ഇതാണ്, പുതിയ ഒരു കുഴിച്ചുമുടലാണ്. ചിന്തിക്ക്. ഇതിനെ പേടിച്ചിട്ട് ഭ്രൂണത്തെ തന്നെ നേരത്തെ നശിപ്പിക്കുന്നു. ഇന്ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ പെൺകുട്ടികൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ എണ്ണം കുറവാണ്. കാരണം എന്താ? നേരത്തെ തന്നെ നിർണയം ഇവിടെ നടത്തി കൊടുക്കൂല എന്ന് പറയും. പക്ഷേ നടത്തും തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഏതൊരു കാര്യം നടത്തൂല എന്ന് പരസ്യമായി എഴുതിയിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം അത് നടത്തും, ഇവിടെ നടത്തുന്നതാണ്. ഏകദേശമൊക്കെ അങ്ങനെയാണ്. ഏകദേശം എന്തുകൊണ്ട്? അതൊക്കെ പിൻവാതിലൂടെ നടക്കുന്നുണ്ടാവും. മാസത്തിലൊരിക്കലെങ്കിലും വീട്ടിൽ വിരുന്ന് എന്നാൽ ബാപ്പാക്ക് വയ്യ. ബാപ്പയെ തേടി ആളുകൾ വരിക. ബാപ്പാക്ക് പുറത്തിറങ്ങാനും വയ്യ. പഴയ പണിയില്ല. ആ പണി 100, 150, 200 ഉറുപ്പ്യൊക്കെ പണിയെടുത്തിട്ട് എങ്ങനെ ഈ ലക്ഷക്കണക്കിന് കടം വീട്ടുന്നു? ബാപ്പ എങ്ങോട്ടാ പോകാമെന്നറിയാം. ബാപ്പ നേരം വെളുത്താൽ തെണ്ടി പോവാണ്. എന്നിട്ടൊന്നും പരിഹാരമില്ല. എന്തു ചെയ്യും? അതുകൊണ്ട് കുടുംബത്തിൽ പോകാൻ വയ്യ. ഇവിടെയാണെങ്കിൽ നിൽക്കാനും വയ്യ. ഒരു അല്പം പൊന്ന് പറഞ്ഞ പൊന്ന് കുറഞ്ഞതിൻ്റെ പേരിൽ, പണം കുറഞ്ഞതിൻ്റെ പേരിൽ, തരാന്ന് പറഞ്ഞത് സമയത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ പെണ്ണിനെ ഇട്ട് പൊരിക്കും. അവസാനം ആ പെണ്ണ് കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വരും. ഇതുമുണ്ടാവും. കുഴിച്ച് മൂടപ്പെട്ട പെൺകുട്ടികളെ ഉയർത്തെണീപ്പിച്ച് ചോദിക്കപ്പെടും. ഏതൊരു കാര്യത്തിനാണ് നിങ്ങളെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. പുതിയ പുതിയ ജാഹിലിയത്ത് ഇങ്ങനെ കയറി വരിക. ജാഹിലിയത്തിൽ നിന്ന് പുതിയ പുതിയ രീതികളും പുതിയ പുതിയ സ്വരങ്ങളും പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ തലങ്ങളും പുതിയ രീതികളും ഒക്കെ കടന്നു വരിക. ജാഹിലിയത്ത് തന്നെയാണ്. ജാഹിലിയത്ത് എപ്പോഴും ജാഹിലിയത്താ. അത് വർണ്ണാഭമായ കണ്ണാടിക്കൂട്ടിലിട്ട് അതിനെ മിനുക്കിയെന്നേ ഉള്ളൂ. ജാഹിലിയത്തായി തന്നെ തുടരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കത്തിൽ അലങ്കാരമായ ഒരു കാര്യം അപമാനമായി. ഇദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ വല്ല വജുഹുഹു മുസ്വദ്ദൻ വഹുവ കളീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. സൂറത്തുൻ നഹ്ൽ 58-59. നോക്ക് നിങ്ങൾ, ഇന്ന് ഒരു നിലക്ക് അങ്ങനെ തന്നെയല്ലേ? ഇതന്നെയല്ലേ പുണ്യനബിയുടെ സന്ദേശം സ്വീകരിച്ച നമുക്കിടയിലും അതേ ജാഹിലിയത്ത് നമ്മൾ പുലർത്തിയിട്ടില്ലേ? പലതും നമ്മൾ തിരിച്ചാൽ നടക്കുക. പക്ഷെ ചില നടത്തത്തിൽ നമുക്ക് തന്നെയാവും നഷ്ടം. ഇത് ഒരു സമൂഹം മൊത്തം നഷ്ടപ്പെടുക, വേദനിക്കുക. പല കാര്യങ്ങളും അങ്ങനെ നേരെ തിരിഞ്ഞാണ്. ഒരാൾ ഒറ്റയ്ക്ക് യാത്ര പോകരുത്, രണ്ടാളും യാത്ര പോകരുത്, 3 ആൾ മാത്രമേ ഒരു വഴിക്ക്, 3 ആളോ 3-ൽ കൂടുതലോ യാത്രാ സംഘത്തിൽ ഉണ്ടാകണമെന്ന് പുണ്യനബി. ഈ ഹദീസ് ബുഖാരി രേഖപ്പെടുത്തിയതാ. ഏറ്റവും വലിയ ഹദീസാ. ഭയങ്കര വളരെ പ്രമാണമാണത്. ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു യാത്രാ സംഘത്തിൽ ചുരുങ്ങിയത് 3 ആൾ വേണം. നമ്മളെ നിയമം എന്താ? 3 ആൾ പോയാൽ അതോടുകൂടെ കഴിഞ്ഞ്. നബി എന്താണോ പറഞ്ഞത് നേരെ എതിര്. നമ്മുടെ സംസ്കാരം അങ്ങനെയായിപ്പോയി. ഇതൊക്കെ നമുക്ക് വിരുന്ന് വന്നപ്പോൾ കിട്ടിയതാ, നമ്മുടേതല്ല. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഇല്ലേ? 3 ആൾ പോയാൽ മൂളിപ്പോയി ഇല്ലേ? നിങ്ങൾ പറയും 3 ആൾ പോയാൽ മൂളിപ്പോയി. ഹബീബായ നബി പറഞ്ഞു, അറാക്കിബുൽ വാഹിദു ശൈത്താനുൻ വറാക്കിബാനി ശൈത്താനാനി വറക്ബു സലാസത്തുൻ ഫഅക്സറു സ്വഹീഹുൽ ബുഖാരി. ഹബീബായ നബി പറഞ്ഞു, ഒരാൾ ഒറ്റക്കൊരു വഴിക്ക് പോകരുത്, 2 ആളും പോകരുത്. ഒരു വഴിക്ക് പോകണമെങ്കിൽ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഒരു വഴിക്ക് പോകണമെങ്കിൽ 3 ആളെങ്കിലും വേണം എന്ന് പുണ്യനബി. നമ്മളെ നിയമോ 3 ആളായ മൂളിപ്പോയി. ഇത് എവിടുന്ന് കിട്ടിയതാ? ഇതൊക്കെ മാപ്പിളാർക്ക് എവിടുന്ന് കിട്ടിയത് ഈ നിയമമൊക്കെ? ഇത് എവിടുന്നോ നമ്മൾ വന്നത്, അല്ലാതെ ഇത് പുണ്യനബിയുടെ നിയമമല്ല. എന്നതുപോലെ നമ്മുടേതല്ലാത്തത് നമ്മളിലേക്ക് ഇങ്ങനെ കയറി വരും. ജാഹിലിയത്തായി തുടരും. നമ്മൾ നഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയും. ആളുകൾ ചോദിക്കും ഇതെന്താണ്? നമ്മളങ്ങനെ ചെല്ലുന്നു. വജദ്നാഹ അലാ ആബാഇന
ഒരു കാലത്ത് അർത്ഥബോധമില്ലാതെ ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അതിൻ്റെ ശക്തിയും അതിൻ്റെ ദീപ്തിയും അവർക്കുണ്ടാവുകയില്ല. അപ്പോൾ ആളുകൾ ചോദിക്കും, ഏതാണോ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്? അപ്പോൾ അവർ ആ കാലത്തെ മനുഷ്യർ പറയും, അവര് പണത്തിൻ്റെയും പെരുമയുടെയും അടിമകളായിരിക്കും. അവരിടക്കിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും, എന്താണ്? അവരല്ലാത്തവർ ചോദിക്കും, അല്ല, അവർക്കിടെ തന്നെ ചോദ്യമുണ്ടാവും, എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അപ്പോൾ അവർ പറയും, വജദ്നാഹാ അലാ ആബായിനാ, ബാപ്പമാർ ഇത് പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു, അതുകൊണ്ട് ഫനഹനു നഖൂലുഹാ, ഞങ്ങളും പറയാണ് അത്രേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾക്ക് വിലയുള്ളൂ എന്നവർ പറയുമെന്ന് പുണ്യ നബി. അതെന്താ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ജാഹിലിയത്തിനെ വരിക്കുകയുമാണ്. ഇത് ജാഹിലിയത്തിന് ആണ്. പഴയ ജാഹിലിയത്ത് പുതിയ കുപ്പായിട്ട് വന്നതാണ്. ഇത് ജാഹിലിയത്ത് തന്നെയാണ്. വിവാഹത്തോടനുബന്ധിച്ചൊരു കച്ചവടം ഉണ്ടാക്കൽ ജാഹിലിയത്താണ്. ആ ജാഹിലിയത്ത് തുടച്ചു നീക്കിയേ മതിയാവും. വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കിയാൽ എല്ലാവരും ഇതിൻ്റെ കൂടെ നിൽക്കും. വസ്തുതകൾ പലപ്പോഴും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാകണമെന്ന് പലരും ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പ്രശ്നം. പെണ്ണാണ് പ്രസവിക്കപ്പെട്ടത്, പെണ്ണിനെയാണ് എന്നവരോട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാലോ, ദേഷ്യം കൊണ്ട് കാട്ടത്ത് മുഖമൊക്കെ കടുത്തു പോകും. ചിലപ്പോൾ പിന്നെ വീട്ടിൽ കയറാതെയാവും. പെൺകുട്ടിയെ പ്രസവിച്ച പെണ്ണ് എന്ത് ചെയ്ത്? പെൺകുട്ടിയെ പ്രസവിച്ചതിൻ്റെ പേരിൽ ഭർത്താവ് അടുത്ത വീട്ടിൽ താമസമാക്കി. പെണ്ണ് തൊട്ടിലിട്ട് പാട്ടുപാടി പെണ്ണ് പാട്ടുപാടി വല്ലാത്ത പാട്ടാ. അറബി പെണ്ണ് പാട്ട് പാടിയതാ. പെൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭർത്താവ് ആ വീട് ഉപേക്ഷിച്ചു, അടുത്ത വീട്ടിൽ താമസമാക്കി. അപ്പോൾ തൊട്ടിലെ കുട്ടിയെ പാടി ആട്ടിയിട്ട് പാടിയതാ. എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അങ്ങോട്ട് കേൾക്കാവുന്ന രൂപത്തിൽ പാടി. തൊട്ടടുത്ത വീട്ടിൽ പാർപ്പുണ്ടായിട്ടും ദേഷ്യം പിടിച്ചിട്ടാ വരാത്തത്. അല്ല നലിദൽ ബനീന, ആൺകുട്ടികളെ പ്രസവിക്കാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങോട്ട് വരാത്തത്. അത് ഞങ്ങളെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. ഞങ്ങൾ കിട്ടുന്ന വിത്തിനെ മുളപ്പിക്കുമെന്നല്ലാതെ ഞങ്ങൾക്കെന്ത്? ഞങ്ങൾ ഫീൽഡാണല്ലോ. അങ്ങനെയാണ്, വിത്ത് മുളപ്പിക്കുന്നല്ല, ഞങ്ങൾക്ക് എന്താ? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ചിന്തിക്കണം വിശ്വാസികളെ. പെൺകുട്ടിയാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മുഖം കറുത്തിരുണ്ട സാഹചര്യത്തിലാണ് പുണ്യനബി വരുന്നത്. ആ ജാഹിലിയത്ത് അങ്ങനെ തന്നെയാണ്. എന്താ ചെയ്യേണ്ടത്? ചിന്തിക്കണം. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ രീതിയോ? ഇനി ഇസ്ലാമിൻ്റെ രീതി കണ്ടോ. നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾ പുണ്യനബിക്കുണ്ടായത് 4 പെൺകുട്ടികളായിരുന്നു. ആദ്യം റസൂലുള്ളാഹിക്കുണ്ടായത്, ശ്രദ്ധിക്കണേ, ആദ്യം റസൂലുള്ളാഹിക്കുണ്ടായത് 4 പെൺകുട്ടികളാണ്. അങ്ങനെ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം എന്ന 3 പെൺകുട്ടികളുണ്ടായി. പിന്നെ ഖദീജ ബീവി പ്രസവിച്ചു. അതാണ് ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയെ പ്രസവിക്കപ്പെട്ടപ്പോൾ വയറ്റാട്ടി പുറത്ത് വന്ന് പറയുന്നു, ഇന്നഹ ഉൻസ, അതും പെണ്ണെന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്നഹ ഉൻസ. അപ്പോൾ പുണ്യനബി പറഞ്ഞു ഇന്നഹ റൈഹാന ഫഅനാശുമുഹാ, അത് റൈഹാനാണ്, ഞാൻ ആ റൈഹാൻ വാസനിക്കുകയാണെന്ന് പുണ്യനബി ചിന്തിച്ചു. 4ാമത്തെ കുട്ടി പ്രസവിക്കപ്പെട്ടപ്പോൾ വറ്റാട്ടി പുറത്തു വന്ന് പറഞ്ഞു ഇന്നഹാ ഉൻസ, അതും പെണ്ണാണല്ലോ.
അപ്പോൾ പറഞ്ഞു ഇന്നഹാ ഉൻസാ എന്നല്ല പറയേണ്ടത്, ഇന്നഹാ റൈഹാന ഫാനാശുമ്മുഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബി പറഞ്ഞു, ഇത് റൈഹാനത്താണ്, അത് റൈഹാൻ പുഷ്പമാണ്. ഞാൻ ആ വാസന അടിച്ചിട്ട് അതിൻ്റെ ആസ്വാദനത്തിലാണ് ഇപ്പം ഇരിക്കുന്നത് എന്ന് പുണ്യനബി. അറബികളുടെ രീതി കണ്ടില്ലേ? പെൺകുട്ടികളെ പ്രസവിച്ച് ആ വഴിക്ക് വരില്ല പിന്നെ ഭർത്താക്കന്മാർ. പുണ്യനബിയോ നേരെ അതിനെ എതിർക്കാനാണ് വന്നത്. ഇന്നഹാ ഉൻതാന്ന് പുറത്ത് വന്ന വയറ്റാട്ടി പറഞ്ഞു, അത് പെണ്ണാണ്. അപ്പോൾ പറഞ്ഞു ഇന്നഹാ റൈഹാന ഫാനാശുമ്മുഹാ, അത് റൈഹാൻ പുഷ്പമാണ്, ഞാൻ അതിൻ്റെ വാസന ആസ്വദിക്കുകയാ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ ഇതിനൊക്കെ എതിർക്കാൻ വേണ്ടിയാ പുണ്യനബി വന്നത്, ഇതിനൊക്കെ എതിർക്കാനാ ദീന് വന്നത്. അതുകൊണ്ടാണല്ലോ വെളിച്ചത്തിൻ്റെ മേൽ വെളിച്ചമായ വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നതും പെണ്ണിൻ്റെ മഹത്വവും പറഞ്ഞ ആയത്തിൻ്റെ നേരെ താഴെയാണ് നൂറിൽ ആയത്തുനൂറ് ഭയങ്കര. ആയത്തുനൂറ് കൊടുത്തത് പെണ്ണിന് സ്വീകരിക്കലിൻ്റെ ഗൗരവമായ വിഷയങ്ങൾ പറഞ്ഞിട്ട് നേരെ താഴെയാണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിസ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് المصباح في زجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نور على نور. ആയത്തെ നൂറ് പെണ്ണുങ്ങളുടെ പൊലിമ പറഞ്ഞതിന് നേരെ താഴെയാണ് സൂറത്ത് നൂറിൽ കൊടുത്തിട്ടുള്ളത്. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും എന്ന് പറഞ്ഞ ആയത്തിൻ്റെ നേരെ താഴെയാണ് ആയത്തിൻ നൂർ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അനസിൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആല ജാരിയതൈനി, രണ്ട് പെൺകുട്ടികളെ ഒരാൾ വളർത്തിയുണ്ടാക്കിയാൽ യൗമൽ ഖിയാമ അനഹുവ കഹാതൈൻ ഫലമ്മാ സാബിഅഹു, കൈവിരലുകൾ കൂട്ടിപ്പിടിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഒരാൾക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായാൽ ഞാനും ആ രണ്ട് പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇതുപോലെയാവും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, രണ്ട് പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ. ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബിക്ക് ഭയങ്കര ധൃതി. ഇൻകാനത്ത് വാഹിദ, ആ സ്വഹാബിക്ക് ഒരു പെൺകുട്ടിയുള്ളൂ, രണ്ട് പെൺകുട്ടികളെ ഒരാൾ പോറ്റി വളർത്തിയാൽ അത് മതിയാവും സ്വർഗത്തിനെന്ന് പുണ്യനബി. സ്വർഗമല്ല, ഞാനും അയാളും തമ്മിൽ സ്വർഗത്തിൽ ഇങ്ങനെയാണ്, രണ്ട് പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ. പടച്ചോൻ ആ തൗഫീഖ് നമുക്ക് തരട്ടെ, അല്ലാഹു ആ തൗഫീഖ് നമുക്ക് തരട്ടെ. സന്തോഷിക്കുക, എത്ര വലിയ കാര്യമാണ് സന്തോഷിക്കുക. പെൺകുട്ടികളുടെ സന്തോഷം എത്ര വലുതാ. കൈവിരലുകൾ പുണ്യനബി കൂട്ടിപ്പിടിച്ചു. എന്നിട്ടാ പറഞ്ഞത്, ഞാനും അവരും രണ്ട് പെൺകുട്ടികളെ പോറ്റി വളർത്തിയാളും ഞാനും ഇങ്ങനെ ഇരിക്കും സ്വർഗത്തിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, അപ്പോൾ ഒരു സ്വഹാബി വലിയ കുട്ടിയുണ്ടായി, വൈകാനത്ത് വാഹിദ, അത് ഒരു പെൺകുട്ടിയാണെങ്കിലോ നബിയെ എന്ന് ചോദിക്കും. ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബിക്ക് വലിയ താല്പര്യം, ഇൻകാനത്ത് വാഹിദ എന്ന് പറയാൻ ഇങ്ങനെ ആഞ്ഞു. ഫതഹയ്യ അന്നബിയു, നബി ഒന്ന് ഒരുങ്ങിയിരിക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടിയായിരുന്നെങ്കിലോ എന്ന് ചോദിക്കണമെന്നൊരു സ്വഹാബിക്ക് വലിയ താല്പര്യം. ചോദിച്ചില്ല, ഹയാൻ, ലജ്ജ കാരണം ചോദിച്ചില്ല. ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തിയാൽ സ്വർഗം ഉണ്ടാവുമോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിച്ചില്ല, നബി പറഞ്ഞില്ല. ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ന് പറയാവുന്ന വിധത്തിലാണ് നബി ഇരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബോഡി ലാംഗ്വേജ് എന്നൊരു സംഗതി ഉണ്ടല്ലോ, നബിയുടെ ഇരുത്തം കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയാണ് എന്ന് ഒരാളിങ്ങനെ എരിപ്പിരി കൊള്ളുന്നുണ്ട് സദസ്സിൽ, അയാൾക്ക് ചോദിക്കണമെന്നുണ്ട്, ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തിയാലോ. അപ്പോൾ ഫതഹയ്യ, അയാൾ ചോദിച്ച മറുപടി ഉടനെ പറയാൻ വേണ്ടി നബി ഇങ്ങനെ ഒരുങ്ങി. അയാൾ ചോദിച്ചില്ല, നബി പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. സത്യത്തിൽ നബിയുടെ അവസ്ഥ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു പെൺകുട്ടിയാണെങ്കിലും സ്വർഗം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ചിന്തിക്കുക, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്
ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടം ആണ് പെൺകുട്ടി ഉണ്ടാവുക. അവൾ ഭാര്യയായാലോ ഒരു ഭാര്യയാവുക, കല്യാണം കഴിക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ദീനാണത്. അത് കേവലം ഒരു ഭൗതികമായ കാര്യമല്ല, അതൊരു കച്ചവടമല്ല, അത് ദീനാണ്. لقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب. സൂറത്തുർ റഅദിന്റെ 38-ാമത്തെ ആയത്ത്. ഞാൻ വിവാഹത്തിലേക്ക് ചാടുകയാണ്, ഓടുകയാണ്. വിവാഹം അതിപ്രധാനമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറഞ്ഞതാ, അതുവഴി നമ്മോടും ഖുർആനിലായത്താ. ലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക്, നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാരെ നാം അയച്ചിരുന്നു. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ, എല്ലാ പ്രവാചകന്മാർക്കും ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. അഥവാ ഒരു അവിവാഹിതനെയും അള്ളാഹു അയച്ചിട്ടില്ല എന്ന് സാരം. ശ്രദ്ധിക്കണേ, ഖുർആനിൽ 25 നബിമാരെയാണ് പറഞ്ഞത്. ആ 25 നബിമാരും വലിയ കുടുംബമുള്ളവരാണ്. ഖുർആനിൽ പറയപ്പെട്ട 25 നബിമാർ ഒക്കെ കുടുംബമുള്ളവരാ. കുടുംബത്തിൻ്റെ പേരിൽ സന്തോഷിച്ചോരാ, കുടുംബത്തിൻ്റെ മേലിൽ ആനന്ദിച്ചോരാ, കഷ്ടപ്പാട് സന്തോഷമായി സ്വീകരിച്ചോരാ ഒക്കെ. അല്ലാഹു തആല ഖുർആനിൽ കുടുംബമില്ലാത്ത ഒരു പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു. وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ وَجَعَلْنَا لَهُمْ أَزْوَاجًا وَذُرِّيَّةً. നോക്കൂ നിങ്ങൾ, غير عيسى فإنه ينزل وسينكح وسيولد. മനസ്സിലായില്ല? ഈസ നബി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഇറങ്ങി വന്നാൽ ആദ്യം ചെയ്യുന്നത് കല്യാണമായിരിക്കും. ദജ്ജാലിനെ കൊണ്ട് അടുത്ത പരിപാടി ഈസാ നബിയുടെ വിവാഹമാണ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർക്ക് മക്കളുണ്ടാവും. അങ്ങനെയാ. അതാണ് വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ. കല്യാണം കഴിച്ചു, മക്കൾ ഉണ്ടായിട്ടില്ലെങ്കിലും കല്യാണം കഴിക്കൽ എന്ന കാര്യത്തിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല എന്നതിൻ്റെ പേരിൽ കല്യാണം കഴിച്ചു. സയ്യിദുനാ യഹ്യ, ഉറക്കപ്പറ സയ്യിദുനാ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് മോശമാവാതിരിക്കാൻ വേണ്ടി, ഒരു പെണ്ണിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മോശമാവരുത് എന്നത് ഉണ്ട്, കല്യാണം കഴിച്ച ആളാണ് സയ്യിദുനാ യഹ്യ. കല്യാണം കഴിച്ചിട്ടുണ്ട്. فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. യഹ്യ നബിയെ പറഞ്ഞു. യഹ്യ വലിയ മഹാനായിരുന്നു, സയ്യിദുനാ യഹ്യ. മലക്കുകൾ സക്കരിയ നബി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹ്യ എന്ന കുട്ടി ഉണ്ടാകുന്നുണ്ട്. ബൈബിളിൽ പറയുന്ന ജോൺ, സ്നാപക യോഹന്നാൻ, അതാണ് യഹ്യ. അദ്ദേഹത്തെ പറ്റി മലക്കുകളാണ് സന്തോഷ വാർത്ത സക്കരിയയെ അറിയിച്ചത് അലൈഹിസ്സലാം. അദ്ദേഹം ശാരീരികമായി അതിലൊന്നും അത്ര വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. എന്നിട്ടും ഫനകഹ, ആ ഒരു കുറ്റത്തിൽ നിന്ന്, ആ ഒരു മോശത്തരത്തിൽ നിന്ന് ഒഴിവായി. ഒരു പെണ്ണിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് ആണിന് മോശമാണ് എന്നതുകൊണ്ട് നിക്കാഹ് കഴിച്ചു. ആര്? കല്യാണം കഴിച്ചു. ആര്? സയ്യിദുനാ യഹ്യ. ചിന്തിക്കും. അപ്പം അത് എത്ര വലിയ ഒരു കാര്യമായിട്ടാണ് ദീന് കാണുന്നത് എന്ന് മനസ്സിലാക്കുക. അൻ അബി അയ്യൂബ ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅ മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യങ്ങൾ മുർസലീങ്ങളെ സുന്നത്താകുന്നു. അത്തഅത്തുറു, അത്തർ പൂശ. കാന യസ്രിഫു ലിത്വീബി അക്തറ മാ യസ്രിഫു ലിത്വആമി. ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ പണം സുഗന്ധത്തിന് ചെലവാക്കിയ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങൾ മുർസലീങ്ങളുടെ സുന്നത്താണ്. ഒന്ന് അത്തർ പൂശ, ഒന്നിക്കാഹു, വിവാഹം ചെയ്യുക. മുർസലീങ്ങൾ 2ാമത്തെ സുന്നത്താണത്, എല്ലാ മുർസലീങ്ങൾക്കും ഉണ്ട്. ഉസ്സിവാക്കു, എപ്പോഴും മിസ്വാക്ക് ചെയ്യുക, ദന്തശുദ്ധീകരണം. പിന്നെയോ വൽഹന്നാഉ, മൈലാഞ്ചി ഉപയോഗിക്കുക. താടി മുടിയിലൊക്കെ മൈലാഞ്ചി ഉപയോഗിക്കുക. മിൻ സുനനിൽ മുർസലീൻ എന്ന് പുണ്യനബി. അങ്ങനെ നല്ല കാര്യമാണ്, നല്ല കാര്യം.
നിര ബാധിച്ച ആളുകൾക്കൊക്കെ പ്രധാനപ്പെട്ട സുന്നത്താണ്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, കറുപ്പുകൊണ്ടല്ല, മൈലാഞ്ചി കൊണ്ട് നല്ലതാണ്. അബൂ ഖുഹാഫയെ മുസ്ലിമാകാൻ വേണ്ടി കൊണ്ടുവന്നു സിദ്ദീഖിന്റെ വാപ്പയെ റളിയല്ലാഹു അൻഹുമാ. അബൂ ഖുഹാഫ അദ്ദേഹത്തിൻ്റെ തല നോക്കിയിട്ട് എന്തോ ഒരു ഐസ് കട്ട വെച്ചതാണെന്ന് തോന്നും, അക്കോലത്തിലാണ് മുടി വിളിച്ചത്. അപ്പോൾ പുണ്യനബി പറഞ്ഞു, കുറച്ച് മൈലാഞ്ചി ഉപയോഗിക്കി എന്ന് പുണ്യനബി പറഞ്ഞു എന്ന്. അപ്പോൾ 4 കാര്യം മുർസലീങ്ങളുടെ ചര്യയാണ്, പ്രധാന ചര്യയാണ്. അതിൽ ഒന്ന് പറഞ്ഞത്, ഒന്നാമത്തത് അത്തർ പൂശുക, രണ്ടാമത്തത് നിക്കാഹു, വിവാഹമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. മൻ നിക്കാഹു സുന്നത്തി ഫമൻ അഹബ്ബ ഫിത്രത്തി ഫൽയസ്തന്ന ബിസുന്നത്തി ഖാല റസൂലുള്ളാഹി. വലിയ പ്രാധാന്യമുണ്ട്. ചെറിയ കാര്യമല്ല, ദീനാണത്. അത് ദീനിയായ ഒരു കാര്യമാണ്. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഇബാദത്ത് ഒരു വലിയ ഇബാദത്താണ്, ഭയങ്കര കാര്യമാണ്. ഒരു പെണ്ണിനെ നിങ്ങൾ വായിലേക്ക് കൊടുക്കുന്ന ഉരുള നിങ്ങൾക്ക് നാളെ സ്വദഖയാണ് എന്ന് പുണ്യനബി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വലിയ കൂലിയായി നമുക്കൊക്കെ തരട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണിനെ സ്നേഹിക്കണമെന്ന് പുണ്യനബി, പെണ്ണിനെ സ്നേഹിക്കണമെന്ന് പുണ്യനബി. പെണ്ണിനോട് അനുകമ്പ പുലർത്തുന്നവർ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലെത്തുമെന്ന് പുണ്യനബി. ആരാണ് പെട്ടെന്ന് സ്വർഗത്തിലെത്തുക എന്ന് ചോദിക്കവേ പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ വഖിയാറുഹും ഇലാ നിസായിഹിം. പെണ്ണുങ്ങളോട് ഏറ്റവും നല്ല സൽസ്വഭാവിയും പെണ്ണുങ്ങളോട് ഏറ്റവും മാന്യത പുലർത്തിയും ആയ ആളാണ് ഏറ്റവും പെട്ടെന്ന് സ്വർഗത്തിലെത്തുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ പോലും ബുദ്ധിമുട്ടിക്കൂല, വീട്ടിൽ പോലും അങ്ങനെയാണ്. 9 ഭാര്യമാരുണ്ടായിട്ട് ഒരു പണി ചെയ്യിപ്പിക്കില്ല പെണ്ണുങ്ങളെ കൊണ്ട്. ആര്? മുഹമ്മദ് നബി. ആദരവ് ഭയങ്കര അങ്ങനെയാണ്. താൻ കിടന്നുറങ്ങിയ മുറി പോലും താൻ തന്നെ അടിച്ചു വാരൂ. ഇതാണ് മുഹമ്മദ് നബി. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വില? പെണ്ണിന് കൊടുക്കുന്ന വില ഭയങ്കര, പെണ്ണിന് കൊടുക്കുന്ന വില ഭയങ്കര. പുണ്യനബി, നിങ്ങൾ പറയേ പുണ്യനബി പെണ്ണിന് കൊടുക്കുന്ന വില എത്രയാ? 9 ഭാര്യമാരുണ്ട്, എന്നിട്ട് എന്താ ചെയ്തത്? തൻ്റെ വസ്ത്രം താൻ തന്നെ ശുദ്ധീകരിക്കും, തൻ്റെ ചെരുപ്പ് താൻ തന്നെ നന്നാക്കും. താനുണ്ടെങ്കിൽ വീട്ടിൽ താൻ ആടിനെ കറക്കും. കുമാമ് ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് താൻ കിടന്നുറങ്ങും മൂലി താൻ തന്നെ അടിച്ചു. ആര്? ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഗൾഫ് പോയപ്പോൾ കൊഴിഞ്ഞത് കൊണ്ട് റൂംമേറ്റിൻ്റെ കയ്യിൽ നിന്ന് പ്രശ്നമെന്ന് പേടിച്ചിട്ട് മുറി അടിച്ചു വാരിയവരുണ്ടെങ്കിൽ ഉണ്ടാവും. അങ്ങനെ പുണ്യനബിയുടെ രീതിയാണ് ഭയങ്കര. അതായത് പുണ്യനബിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ. ഒരിക്കലും ഒരു പെണ്ണിനെ വിഷമിപ്പിക്കൂല. ഭാര്യമാരുണ്ടെങ്കിൽ ഒരു വിഷമവും ഉണ്ടാവില്ല, ഭയങ്കര സന്തോഷം എല്ലാവർക്കും. എന്ത് ചെയ്യും? പാല് വന്നു, ഒരാൾ പുണ്യനബിക്ക് പാല് ദാനമായി കൊടുത്തു, വീട്ടിൽ പാല് കൊണ്ടുവന്നു. അപ്പോൾ പുണ്യനബി പാൽപാത്രം പുണ്യനബി എനിക്ക് തന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഫശരിബതു ഇശ്റബി, കുടിക്കാൻ എന്നോട് പറഞ്ഞു. ആരല്ല ആദ്യം കുടിച്ച്? തിരിഞ്ഞില്ല. പറയും. പാല് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന ഭക്ഷണം. അതായത് നമ്മൾ തിന്നതിൻ്റെ ബാക്കി പെണ്ണുങ്ങളെ കൊണ്ട് തീറ്റയല്ല. നമ്മളൊക്കെ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായം അങ്ങനെ. അവരുടെ പ്രധാന ഭക്ഷണമാണ് എന്ത്? പാല്. അപ്പോൾ ഭക്ഷണം തന്നെയാണത്, അല്ലാതെ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള പാല് കൂടിയല്ല, ഭക്ഷണമാണ് പാല്. ശ്രബി കുടിക്കുക എന്ന് പറഞ്ഞു. ഫശരിബത്തു, അങ്ങനെ ഞാൻ പാല് കുടിച്ചു. അപ്പോൾ പാല് കുടിച്ച് ഞാൻ പകുതിയാക്കി നബിക്ക് അതേ പാത്രം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാൽപാത്രം കിട്ടിയപ്പോൾ ഞാൻ പാല് കുടിച്ച് എന്നിട്ട് ആ പാൽപാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. ഇനി കേട്ടോളൂ കേട്ടോ അടുത്ത വാക്ക്. നബി ഞാൻ കുടിക്കണ നോക്കി ഇങ്ങനെ നിന്നു.
എൻ്റെ ചുണ്ട് വെച്ച അതേ ഭാഗം തിരിച്ചിട്ട് അവിടെ ചുണ്ട് വെച്ച് കുടിച്ചു. മുഹമ്മദ് മുസ്തഫ പുണ്യനബി തൻ്റെ ചുണ്ട് വെച്ചു അലാ മൗളിഇ ഫിയ്യ. ഞാൻ ആ പാത്രത്തിൽ ചുണ്ട് വെച്ച് കുടിക്കുന്നത് നബി നോക്കി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എൻ്റെ ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് ചുണ്ട് വെച്ചിട്ടാണ് നബി കുടിച്ചത്. മുഹമ്മദ് നബി. ചിന്തിക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ അടിസ്ഥാനപരമായ സത്യങ്ങളാണ്. അതൊക്കെ അംഗീകരിക്കണം. പെണ്ണിനോട് നല്ല രൂപത്തിൽ കല്യാണം കഴിക്കുക, ഹുസ്നുൽ മുആശറ, നല്ല നിലക്ക് ജീവിക്കുക, പെരുമാറുക, ഒരു പ്രയാസവും ഉണ്ടാക്കാതിരിക്കുക. മൻ റഗിബ അന്നി അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് വിട്ടൊരാൾ ആഗ്രഹിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബിയുടെ പ്രധാനപ്പെട്ട സുന്നത്താണത്. അനിബ്നു അബ്ബാസിന് ഖാല ലാ യുതിമ്മു നുസുകുൻ നാസികി ഹത്താ യതസവ്വജ. കല്യാണത്തിൻ്റെ പ്രാധാന്യം. ഒരാളുടെ ആരാധനകൾ പൂർത്തിയാകണമെങ്കിൽ അയാൾ വിവാഹിതനാകണമെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു പ്രധാനപ്പെട്ട വാക്ക് ഇബ്നു അബ്ബാസ് തങ്ങളുടെ വാക്കാണത്, ഹദീസല്ല. പക്ഷേ ആ വാക്കിന് വല്ല വിലയുണ്ട് എന്ന് പിൽക്കാലത്തെ മുഹദ്ദിസീങ്ങളും മറ്റും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരാളുടെ ആരാധന ശരിയാവണമെങ്കിൽ, പൂർത്തിയാവണില്ല, കല്യാണം കഴിക്കുമ്പോഴാണ് ആരാധന പൂർണ്ണമാവുക. അതെന്താണ്? കാരണം അപ്പോൾ ഒന്നുൽ ബസർ ഉണ്ടാവും. അപ്പോൾ അയാൾ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയും, ലൈംഗികാവയവത്തെ നിയന്ത്രിക്കാൻ കഴിയും. ആ രണ്ട് അവയവം നിയന്ത്രിച്ചാലേ ആരാധനയിൽ ആനന്ദമുണ്ടാകുമെന്ന് പുണ്യനബി. ഒരാൾ തൻ്റെ കണ്ണിനെ നിയന്ത്രിച്ചാൽ അയാൾക്ക് ആരാധനയിൽ ആനന്ദമുണ്ടാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഖാല ഇബ്നു മസ്ഊദ് ലൗ ലം യബ്ഖ മിൻ ഉംരി ഇല്ലാ 10 അയ്യാം ലഅഹ്ബബ്തു അൻ അതസവ്വജ ലികൈല അൽഖല്ലാഹ അസ്ബാ. ഞാൻ എൻ്റെ ഭാര്യ മരിച്ചു, ഇനി എനിക്ക് 10 ദിവസം മാത്രമേ ജീവിക്കാൻ ബാക്കിയുള്ളൂ എന്ന് ഒരു ഡോക്ടർ എന്നോട് പറയുകയും ചെയ്താലും ആ 10 ദിവസത്തിന് വേണ്ടി ഞാൻ കല്യാണം കഴിക്കും. അത്രയും വലിയ പ്രധാനത്തിലാണ് വിവാഹത്തെ പുണ്യനബി ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് സയ്യിദ്ന ഇബ്നു മസ്ഊദ്. ഉറങ്ങല്ല, സയ്യിദ്ന ഇബ്നു മസ്ഊദ്. കേൾക്കണേ. എൻ്റെ ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്തു. എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കിനി 10 ദിവസത്തേക്കുള്ള ആയുസ് ഉണ്ടാവില്ല. ആ രൂപത്തിലാണ് നിങ്ങളുടെ ശാരീരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു കാലത്തിന് വേണ്ടിയാണെങ്കിലും ഞാൻ കല്യാണം കഴിക്കും. വിഭാര്യനായ അള്ളാനെ കണ്ടുമുട്ടുന്നത് എനിക്ക് വെറുപ്പാണ്. അത്രയും പ്രധാനമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെയും വിവാഹത്തെയും പുണ്യനബി ഞങ്ങളെ പഠിപ്പിച്ചത്. ഇബ്നു മസ്ഊദ്. ആരായി ഇബ്നു മസ്ഊദ്? ഇബ്നു മസ്ഊദിന്റെ മഹത്വം കാരണമാണ് അദ്ദേഹത്തിൻ്റെ കാല് അള്ളാന്റെ കോടതിയിൽ തൂക്കിയാൽ ആ കാലിന് ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകുമെന്ന് പുണ്യനബി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാല് മഹ്ശറിൽ തൂക്കിയാൽ ആ കാലിന് ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഞാൻ വിശദീകരിക്കുന്നു. ധാരാളം മഹാന്മാർ അങ്ങനെ വിവാഹത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞതായി കാണുന്നുണ്ട്. ഇതൊക്കെ അത്ര വലിയ കാര്യമായതുകൊണ്ട് പുണ്യനബി അങ്ങനെ പഠിപ്പിച്ചതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് തികച്ചും ആരാധനയാണ്. ഇനി രണ്ടാമത്, വിവാഹത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്താ? ഒരു അള്ളാഹിനെ പ്രീതിപ്പെടുത്തല. അള്ളാഹു നമുക്ക് നൽകിയ ഒരു സുന്നത്താണ്, ഒരു ചര്യയാണ്. അള്ളാഹു അവൻ്റെ ചര്യ അനുസരിച്ച് അവൻ്റെ നിയമമനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ വിവാഹം നടന്നല്ലോ. അപ്പം ഈ ഭൂമിയിലെത്തിയിട്ട് അതൊക്കെ ഉണ്ടായത്. അതിന് ആദ്യത്തെ വിവാഹം നടന്നിട്ടുണ്ട്. ഇൽമ്, വിവാഹം, ഭക്ഷണം. അതാണ് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് കിട്ടിയത്. ശ്രദ്ധിക്കുന്നുണ്ടാ? മനസ്സിലായില്ല. മനുഷ്യന്